ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ജനക്ഷേമ പ്രഖ്യാപനങ്ങളും വരുമാന വർധനയ്ക്കുള്ള മാർഗങ്ങളും ഉൾപ്പെടുത്തി 2025-26 വർഷത്തെ കേരള ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച് സംസ്ഥാനം മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് എത്തിയതായി ധനമന്ത്രി വ്യക്തമാക്കി. അതിവേഗ വളർച്ചയുടെ പാതയിലാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാന ബജറ്റിൽ 750 കോടി രൂപ വകയിരുത്തി. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും. ഉരുൾപൊട്ടലിൽ 1202 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ. വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന് കിഫ്ബിയിൽ നിന്ന് 1000 കോടി രൂപ അനുവദിച്ചു. പ്രധാന വ്യവസായ ഇടനാഴിയും കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും പ്രധാന കേന്ദ്രമായും വിഴിഞ്ഞത്തെ വളർത്തും. ദേശീയപാത 66, പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാത എന്നിവ വിഴിഞ്ഞം വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. 1 ഗഡു ക്ഷാമബത്ത കൂടി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏപ്രിൽ മാസത്തിൽ അനുവദിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യും. ദിവസവേതനക്കാരുടെയും കരാർ ജീവനക്കാരുടെയും വേതനം 5% വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF ലയിപ്പിക്കുന്നതാണ്. 1900 കോടി വരും. ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. തിരുവനന്തപുരം മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. കൊച്ചി മെട്രോയുടെ വികസനം ഉറപ്പുവരുത്തുന്നതിനൊപ്പം കോഴിക്കോട് മെട്രോയും യാഥാർത്ഥ്യമാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. പൊതുമരാമത്ത് റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്കായി 3061 കോടി രൂപ വകയിരുത്തി. ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികസനത്തിനായി 1033 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. വനം വന്യജീവി മേഖലയുടെ സമഗ്ര വികസനത്തിനായി 305.61 കോടി രൂപ അനുവദിച്ചു. വന്യജീവി ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ 25 കോടി രൂപയും വനസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 50.3 കോടി രൂപയും വകയിരുത്തി. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി 227.4 കോടി രൂപയും മത്സ്യമേഖലയ്ക്ക് 295 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിലൂടെ 1 ലക്ഷം വീടുകൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. കോടതി ഫീസുകൾ പരിഷ്കരിക്കുന്നതിലൂടെ 150 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. ഭൂനികുതി സ്ലാബുകളിലെ നിരക്കുകൾ 50% വർദ്ധിപ്പിച്ചു. സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% കൂട്ടി. വൈദ്യുത വാഹനങ്ങളുടെ നികുതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 402 കോടി രൂപയും യൂണിഫോം പദ്ധതിക്ക് 150.34 കോടിയും ബജറ്റിൽ അനുവദിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 7 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്കായി CM റിസർച്ചേഴ്സ് സ്കോളർഷിപ്പ് പദ്ധതിയും പ്രഖ്യാപിച്ചു. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും വളർച്ച മെച്ചപ്പെട്ടതായി വ്യക്തമാക്കുന്ന 2024 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി ബജറ്റിന് മുന്നോടിയായി നിയമസഭയുടെ മേശപ്പുറത്തുവച്ചു. സംസ്ഥാനം സ്വീകരിച്ച നയപരമായ സമീപനങ്ങൾക്ക് ഇതിൽ സുപ്രധാന പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടെണ്ണലിനായി ഡൽഹിയിലെ 11 ജില്ലകളിലായി 19 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ മാസം 5-നാണ് ഡൽഹിയിലെ 70 അംഗ നിയമസഭയിലേക്ക് വോട്ടെടുപ്പ് നടന്നത്. കേരളത്തിന്റെ സംരംഭങ്ങൾ അക്കാദമിക മികവിനൊപ്പം തൊഴിൽ വിപണിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ യുവജനതയെ സജ്ജമാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ എമർജിംഗ് ടെക്നോളജി ഫോർ ഇന്റലിജന്റ് സിസ്റ്റംസ് പ്രഥമ അന്താരാഷ്ട്ര കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 38ാമത് ദേശീയ ഗെയിംസിൽ പുരുഷ ഫുട്ബോൾ ഫൈനലിൽ കേരളത്തിന് സ്വർണം. ഉത്തരാഖണ്ഡിനെ 1-0 പരാജയപ്പെടുത്തിയാണ് കേരളത്തിന്റെ വിജയം. 27 വർഷത്തിനു ശേഷമാണ് കേരള പുരുഷ ടീം ഫുട്ബോളിൽ സ്വർണം നേടുന്നത്. ദേശീയ ഗെയിംസിൽ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് കേരളം. കന്യാകുമാരി പുനലൂർ കന്യാകുമാരി ട്രെയിനിന് പരവൂരിൽ നാളെ മുതൽ സ്റ്റോപ്പ് അനുവദിക്കും. പരവൂരിൽ എത്തുന്ന ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അക്ഷയ കേന്ദ്രം എറണാകുളം ജില്ലയിലെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ അറക്കപ്പടിയിൽ PK കുഞ്ഞാലിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. 6000 ചതുരശ്ര അടിയുള്ള പുതിയ കെട്ടിടത്തിലാണ് അക്ഷയ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 198 പോയിന്റ് താഴ്ന്ന് 77,860-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 43 പോയിന്റ് നഷ്ടത്തിൽ 23,560-ലും വ്യാപാരം അവസാനിപ്പിച്ചു.
സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 63,440 രൂപയും ഗ്രാമിന് 7,930 രൂപയുമാണ് ഇന്നത്തെ വില. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.